ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറൻസി പെയേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പിപ്പിനെ പറ്റിയിട്ടാണ്. പിപ്പിനെ പറ്റി അറിയാതെ നിങ്ങൾ ഫോറക്സ് ട്രേഡിംഗ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് പറയുമ്പോൾ ഇത്ര പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായി എന്നാണ് പറയുക. പക്ഷേ ഫോറക്സിലേക്ക് വരുമ്പോൾ കറൻസീസിൻ്റെ പ്രൈസിൽ വരുന്ന വേരിയേഷൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ പിപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ യൂറോ USDൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു 1.08533 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇപ്പം അതിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 4ാമത്തെ നമ്പറാണ് പിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 5ാമത്തെ നമ്പർ പിപ്പറ്റും. അപ്പോൾ 10 പിപ്പറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ഒരു പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് പിപ്സിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.